സംഘപരിവാർ നവമാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണം അഴിച്ചുവിടുകയാണ്. അറബ് ലോകത്തെക്കുറിച്ചാണ്. അറബ് ലോകത്ത് ഹൈന്ദവർക്ക് ഒരു രക്ഷയുമില്ല, ഹൈന്ദവരെ ചൂഷണം ചെയ്യുന്നു. എന്തിനു വേണം പറയാൻ, ജന്മഭൂമി പോലും അങ്ങനെ എഴുതിയില്ലേ? സൗദി അറേബ്യയിൽ ഹൈന്ദവരായിട്ടുള്ള ഗർഭിണി സ്ത്രീകളെ വലിയ രീതിയിൽ ചൂഷണം ചെയ്യുന്നു എന്ന് ജന്മഭൂമിയുടെ ലേഖകൻ എഴുതിയപ്പോൾ അങ്ങനെയൊരു സംഭവമേ ഇല്ല എന്ന് വസ്തുതാപരമായിട്ടുള്ള റിപ്പോർട്ടുകളെ മുൻനിർത്തി പറഞ്ഞപ്പോൾ ജന്മഭൂമിയുടെ ലേഖകൻ കണ്ടം വഴി ഓടിയത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഹൈന്ദവ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക, അവരെ ഇസ്ലാമിനെതിരെ തിരിക്കുക, ഈ ലക്ഷ്യമാണ് സംഘികൾക്കുള്ളത്. എന്നാൽ ഇത്തരത്തിൽ നവമാധ്യമങ്ങളിലൂടെ വർഗീയ പ്രചരണം അഴിച്ചുവിടുന്ന സംഘപരിവാർ പ്രവർത്തകർക്ക് ഒരു നല്ല മറുപടി സൗദിയിൽ നിന്നും പാർസലായി വന്നിട്ടുണ്ട്. സൗദിയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. 3 ദിവസം മുൻപാണ് സൗദി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാർത്ത ലഭിക്കുന്നതുമാണ്. അതായത് സൗദിയിലെ ഒരു പൗരൻ അഥവാ മുസ്ലിം ആയിട്ടുള്ള ഒരു പൗരൻ ഒരു വീഡിയോ നവമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു. ആ വീഡിയോ എന്ന് പറയുന്നത് മുസ്ലിം അല്ലാത്ത, സൗദി പൗരനല്ലാത്ത, ഏഷ്യക്കാരനായിട്ടുള്ള ഒരാൾക്ക് നേരെ വിദ്വേഷം പരത്തുന്ന ഒരു വീഡിയോ ആണ് അത്. അതായത് ആ വീഡിയോയിൽ പറയുന്നത് നോമ്പ് നോക്കുന്നില്ല അയാൾ, അത് മാത്രമല്ല അയാളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു, ഒപ്പം അയാളെ ഒരുപാട് ആക്ഷേപിക്കുന്ന രീതിയിലാണ് മുസ്ലിമായ സൗദിയിലെ പൗരൻ ഒരു വീഡിയോ പുറത്തുവിട്ടത്. എന്നാൽ ഈ വീഡിയോയിൽ ഈ സൗദി പൗരന്റെ മുഖം കാണുന്നില്ല, ഓഡിയോ മാത്രമാണുള്ളത്. ആ വീഡിയോയിൽ ചിത്രങ്ങളോടൊപ്പമാണ് ഇയാളുടെ ശബ്ദം ഉള്ളത്. അതിനാൽ തന്നെ ഉടൻ തന്നെ ഒരു പരാതി പോലും സൗദി ഗവൺമെന്റിന് ആരും നൽകിയിട്ടില്ല. ഉടൻ തന്നെ സൗദി ഗവൺമെന്റ് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു. ആരാണ് ആ വീഡിയോ പുറത്തുവിട്ടത്, ആ വീഡിയോക്ക് പുറകിലുള്ള ശബ്ദത്തിന്റെ ഉടമ ആരാണ് എന്ന് കണ്ടെത്താൻ ഉടൻ തന്നെ ഒരു അന്വേഷണം ആരംഭിച്ചു. നോക്കൂ, സൗദി പൗരനാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സൗദി പൗരനല്ലാത്ത, മുസ്ലിം മതവിശ്വാസിയല്ലാത്ത ഒരാൾക്കെതിരെയാണ്. അവിടെയുള്ള ഗവൺമെന്റ് ഒരു പരാതി പോലും ഇല്ലാതെയാണ് ഈ നടപടി എടുക്കാൻ ആവശ്യപ്പെട്ടത്. തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിയിട്ട് സൗദി പൗരനെ കണ്ടെത്തുകയും ഉടൻ തന്നെ അയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ഉടൻ തന്നെ തടവിലാക്കുകയും ചെയ്തു. എന്തിന്റെ പേരിലാണ്? മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് നേരെ അവിടെയുള്ള ഒരു പൗരൻ വിദ്വേഷപരമായ രീതിയിൽ സംസാരിച്ചതിന്റെ പേരിൽ. നിങ്ങൾ ചിന്തിക്കുക, എത്രത്തോളം മാതൃകാപരമായിട്ടുള്ള നടപടിയാണ് സൗദിയിലെ അധികാരികൾ കൈക്കൊണ്ടത്. അവർ പറയുന്നു ഇവിടെ ഒരു മതത്തെയും അവഹേളിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നാണ്. എത്രത്തോളം മനോഹരമായ ഒരു നീക്കം, നമ്മളൊക്കെ കൈയടിക്കേണ്ട ഒരു നീക്കമല്ലേ? ഈ സൗദി അറേബ്യ എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യമാണ്, അറബ് ലോകമാണ്. ആ രാജ്യത്ത് മുസ്ലിങ്ങളുടെ എല്ലാ രീതിയിലുമുള്ള ആരാധന കേന്ദ്രങ്ങളുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് മറ്റൊരു മതവിശ്വാസിയുടെ ആചാരത്തെ അവനെ ചോദ്യം ചെയ്തപ്പോൾ അവിടെയുള്ള പൗരനെ തന്നെ അറസ്റ്റ് ചെയ്യാൻ സൗദി ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെയുള്ള രാജ്യങ്ങളെയാണ് സംഘപരിവാർ വളരെ മോശമായി ചിത്രീകരിക്കുന്നത്. കാരണം അവർക്ക് അസൂയാണ്. കാരണം അവർ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ അറബ് ലോകത്ത് ഹൈന്ദവരെ ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് അസൂയാണ്. കണ്ടുപഠിക്കണം ഇന്ത്യയിലെ ഭരണകൂടമൊക്കെ. ഇവിടെ സംഘപരിവാറിനെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ ഹൈന്ദവനെതിരെ ശബ്ദിച്ചു എന്ന് പറഞ്ഞ് FIR ഇടുന്ന പോലീസുകാരൊക്കെ കണ്ടുപഠിക്കണം. നേരെ മറിച്ച് മുസ്ലിങ്ങൾക്കെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ അത് തീവ്രവാദികൾക്കെതിരെ ശബ്ദിച്ചതാണ് എന്ന് വരുത്തി തീർക്കുന്ന പോലീസുകാരൊക്കെ കണ്ടുപഠിക്കണം സൗദിയിലെ ഭരണകൂടത്തെ. എന്തായാലും വ്യാജ പ്രചരണം നടത്തുന്ന, അറബ് ലോകത്തെ മോശമായി ചിത്രീകരിക്കുന്ന സംഘപരിവാറിന് കിട്ടിയ ഒരു ഇരുട്ടടി തന്നെയാണ് ഈ കേസ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.